നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു. മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. P. ഉബൈദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.15 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. KSRTC ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 50ലധികം പരിഷ്കാരങ്ങൾ KSRTCയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും നടപ്പാക്കുന്നത്. സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു. വീട്ടിലിരുന്ന് ബസ് സമയവിവരങ്ങൾ അറിയുവാനും ബസ് ബുക്ക് ചെയ്യുവാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി. പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി. ഇത് അഴിമതി ഇല്ലാതാക്കുവാൻ സഹായിച്ചു. കൂടുതൽ അന്തർ സംസ്ഥാന റൂട്ടുകൾ തുടങ്ങും. ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രവർത്തന നഷ്ടം കുറയ്ക്കുവാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. ഗവൺമെന്റ് ആ വിജയിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കൊണ്ടുവരാൻ, ആ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് താൻ ഉന്നയിക്കുന്ന വിഷയം ന്യായവും സത്യസന്ധതയും നാടിന് വേണ്ടിയുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല. അതാണ് നിയമസഭയിൽ നമ്മൾ അങ്ങനെ കാണും. കാരണം വെച്ചാൽ കൊണ്ടുവരുന്ന MLA ആരാണെന്നുള്ളതല്ല, അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഈ നിയമനിർമ്മാണത്തിന് വളരെ സഹായകമാണ് എന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകും. അധികം വലിയൊരു രാഷ്ട്രീയമല്ല. അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അല്ലാതെ പ്രതിപക്ഷത്തു നിന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കേണ്ടതല്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച അമെന്റ്മെന്റുകൾ, ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത്രയും കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രമിക്കുന്നുണ്ട്. നിയമസഭാ സാമാന്യം ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഉബൈദുള്ളയുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ആരും ചോദ്യം ചെയ്യരുത്. സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്നെ തന്നെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണും. ഇതിനാന്നറിയാം, വെറുതെ ഇന്ന് വന്നത് വെറുതെ ഒന്ന് കാണാൻ വന്ന ഒരൊറ്റ പോക്കാണ്. ഇവിടെ കൂടെ കയറി അവിടെ കൂടെ ഇറങ്ങിയത്. പക്ഷെ ആ ഒരു താല്പര്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോദിക്കും, എന്തായി മലപ്പുറത്ത്? ഞാൻ ഇന്ത്യയെ കാണുമ്പോൾ എന്തായി മലപ്പുറത്ത്? അത് വളരെ സന്തോഷത്തോടെ ആ നമ്പർ ഇട്ട് തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിന് ഉറപ്പുണ്ട്. അത് ഞാൻ ഏറ്റു, അതിട്ട് തരും. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തി. മറ്റു പല സ്ഥലങ്ങളിൽ നമ്പർ ഇട്ടില്ല. അതിന്റെ പ്രതിസന്ധി KSRTC അനുഭവിച്ചു. ഇവിടെ നമ്പർ ഇട്ട് തന്നു. അതെല്ലാ MLA-രും ആത്മാർത്ഥമായ സമീപനമാണ്. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ്. അദ്ദേഹം സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടംപോലെ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ്, അദ്ദേഹത്തിന്റെ അഭിമാന ദിവസമാണ്. നമ്മളെല്ലാം അതിന്റെ കൂടെ നിന്നവരാണ് എന്നുള്ളത്. ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും അതിന്റെ രാഷ്ട്രീയവും ഏത് പാർട്ടിയുടെ MLA ആണ് മലപ്പുറത്തുള്ളത് നല്ലത്. മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉണ്ടായി. ഇത് ഇനി 5 കോടി കൂടി ചെലവഴിക്കുമ്പോൾ ഇതിനുണ്ടാകാവുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇനി മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേരിടും. അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. 4 നിലകളിലായി 37,445 ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിന് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറിയിറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയ ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു. അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള 14 കടമുറികളും ഇതിൻ്റെ കൂടെയുണ്ട്. ഇതിൽ 13 റൂമുകളും ലേലം ചെയ്തു. പാസഞ്ചർ ലോഞ്ച്, AC വെയിറ്റിംഗ് ഹാള്, പൂന്തോട്ടം, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ VR വിനോദ്, KSRTC CMDPS പ്രമോജ് ശങ്കർ, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC അബ്ദുറഹ്മാൻ, MT അലി, അഡോട്ട റാബിയ ചോലക്കൽ, സുനീറ പൊറ്റമ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K. സെലീന ടീച്ചർ, റൈഹാനത്ത് കുറുമാടൻ, നഗരസഭാ കൗൺസിലർമാരായ O. സഹദേവൻ, PSA ബഷീർ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ, പ്രൊജക്ട് സിവിൽ വർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത.
ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.